നമസ്കാരം. നമസ്കാരം. ചേച്ചിയെ പറ്റി ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഹരേ കൃഷ്ണ. മഹാവതാർ ബാബാജിക്കും മാതാജിക്കും ഗുരുമണ്ഡലിക്കും സുന്ദർ ദീദിക്കും എൻ്റെ ദണ്ഡവത് പ്രണാമം. ഞാൻ ബിന്ദു സുരേഷ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. ALCയെക്കുറിച്ച് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? ALCയെക്കുറിച്ച് അറിഞ്ഞത് VMC വഴിയാണ് ഞാൻ അറിഞ്ഞത്. അത് എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ ALCയിൽ വന്ന് പെട്ടത്. രേഖാജി ആദ്യമായി കേരളത്തിൽ തിരുവനന്തപുരത്താണല്ലോ മാഡം വന്നത്. അപ്പോൾ മാഡത്തെ സ്വീകരിക്കാൻ പോയത് അമ്മയും ചേച്ചിയും നമ്മുടെ കുറച്ച് ബന്ധുക്കളും ചേർന്നാണ്. കുഞ്ഞമ്മ, അനിയൻ എല്ലാവരും ചേർന്നാണ്. അപ്പോൾ മാഡത്തിനെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ജൂലൈ 31 ദീദി തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്തത് എൻ്റെ അനിയത്തിയായ രേഖാജിയും പിന്നെ നമ്മുടെ ക്ലോസ് റിലേറ്റീവായിട്ടൊരു കുട്ടിയുമുണ്ട്. അവർ രണ്ടുപേരുമാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിരുന്നത്. നമ്മളിത് കാണാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങളും ഇരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് രണ്ടുപേർക്കും സമയത്തെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. അമ്മ ദീദിക്ക് ഹാരമിടാനും എനിക്ക് പ്ലക്കാർഡ് പിടിക്കാനും ഉള്ള ഒരു അവസരം ആണ് ഭഗവാൻ നമുക്ക് ഒരുക്കി തന്നത്. ദീദി പറഞ്ഞു, ഈ കാറിനകത്ത് ഭയങ്കരമായിട്ടുള്ള നല്ല ബാബാജിയുടെയും ലാഹരി മഹേഷൻ്റെയും എനർജി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ദീദി ഹിന്ദിയിലാണ് പറയുന്നത്. പക്ഷേ ഹിന്ദിയിൽ എനിക്ക് തിരിച്ച് റിപ്ലൈ പറയാൻ എനിക്ക് ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഇംഗ്ലീഷിലാണ് ഞാനായാലും മോനായാലും സംസാരിച്ചത്. അമ്മയ്ക്ക് ഹിന്ദി നന്നായിട്ട് അമ്മ കൈകാര്യം ചെയ്യും പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല എന്നല്ല, കേട്ടാൽ മനസ്സിലാവും, അല്ലാതെ തിരിച്ച് ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ പറയാനും പറ്റില്ല. അപ്പോൾ ദീദി പറഞ്ഞു, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ ചെയ്യാൻ ദീദിയുടെ ഇത് ALC തുടങ്ങിയിട്ട് ഒരു 3 മാസമായി. എന്താണ് മെഡിറ്റേഷൻ ചെയ്തപ്പം അല്ല ബാബാജി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മെഡിറ്റേഷനിൽ എൻ്റെ ഇതിൽ തെളിഞ്ഞു വന്നു. ഒരു സെക്കൻഡേ ഞാൻ കണ്ടുള്ളൂ. ബാബാജിയെ കണ്ടു, ലാഹരി മഹേഷനെ കണ്ടു, പിന്നെ ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. ഒരു ഒരു മിന്നൽ വേഗത്തിൽ അത് കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഇവർ രണ്ടുപേരുടെയും മുഖം എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദീദി പറഞ്ഞു, നിങ്ങൾ ബാബാജിയുടെ അടുത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അതിലുപരി സങ്കടമായി. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ദീദി പറഞ്ഞു, എനിക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും പിന്നെ എന്താണ് ഒരു കൃഷ്ണ ടെമ്പിളിൻ്റെ ഒരു കണക്ടിവിറ്റി ദീദിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മോൻ പറഞ്ഞു, അതെ ഇവിടെ അടുത്താണ് പത്മനാഭ ടെമ്പിൾ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോലും എത്തിയില്ല. അപ്പോഴത്തേക്കും മാതാജിക്ക് ദീദിക്ക് അത് അറിയാൻ കഴിയുന്നുണ്ട്, ആ ഒരു കണക്ടിവിറ്റി. അപ്പോൾ നമ്മൾ അതിശയിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദീദി ചോദിച്ചു, ഇവിടെ അടുത്തൊരു ഇത് പിന്നെ ദേവി ടെമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആറ്റുകാൽ ദേവി ടെമ്പിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ രണ്ട് പിന്നെ എനർജിയും ദീദിക്ക് ആ സ്പോട്ടിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അത് തന്നെ ഒരു വലിയ ഒരു സംഭവമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ വണ്ടി ഇരുന്നിട്ട് ചോദിച്ചു, നാളെ നടക്കുന്ന ഫംഗ്ഷൻ, അതായത് ഏത് ഡേറ്റ് ആയിരുന്നു? ഓഗസ്റ്റ് 1 ആണ് അവിടെ പരിപാടി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആരെങ്കിലും തേർഡ് ഐ ഓപ്പൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിയില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് അവരെ ഈ മെഡിറ്റേഷനിലോട്ട് കൊണ്ടുവരണം, അവിടെ മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദീദി
അത് ഇവിടെയാണ് ലിഫ്റ്റ് വഴി അങ്ങനെ കാണിച്ചു കൊടുത്ത് അതുവഴി കയറി അങ്ങ് മുകളിൽ ചെന്നു. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. മുകളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ ദീദിയുടെ റൂമിൽ ഞങ്ങളെല്ലാം കൊണ്ടുവച്ച് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ആ റൂമിൽ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞ് അവിടെ നോക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കുട്ടി അവിടെ മോൻ ചെന്ന് കൊട്ടിയപ്പോൾ അവർ തുറക്കത്തില്ല. അങ്ങനെ അവർ താഴെ ഇൻഫോം ചെയ്ത് ഇങ്ങനെ ആരോ എൻ്റെ ഡോറിൽ തുറക്കുന്നത്. അപ്പോൾ മോക്ഷയുടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എന്താ? അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, അവിടെ ഉള്ള ആരാ താമസിക്കുന്നതെന്ന് ഒന്ന് അറിയാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു സന്യാസിനി പോലെ ഉണ്ട്. അവർ ഇറങ്ങി പുറത്തോട്ട് വന്നു. അപ്പോൾ അവരുടെ തലയിലെല്ലാം നല്ല ജടയുണ്ട്. ആ ജട ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഇവർ കണ്ടതും ദീദി അങ്ങോട്ട് അങ്ങ് കരയുവാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ആരുമല്ല, ഞാനൊരു സാധാ മനുഷ്യനാണ്. അപ്പോൾ ദീദി പറഞ്ഞു അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദീദി കരഞ്ഞുകൊണ്ട് നിൽക്കണം. എന്നിട്ട് അവർ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ അവർ ശരിക്കും ആർട്ട് ഓഫ് ലിവിങ് ഫോളോ ചെയ്യുന്നവരാണ്. അവരകത്ത് പോയിട്ട് ശ്രീ രവിശങ്കർജിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ദീദി അത് കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് ദീദി പറഞ്ഞു എന്നെ എന്ത് തന്നെയായാലും നാളെ പത്മനാഭ ടെമ്പിളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു ശരി, എത്ര മണിക്ക് പോകണം? അതായത് അപ്പം ഞാൻ പറഞ്ഞു രാവിലെ 3:30 തുറക്കും, അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ തിരക്ക് കാണില്ല, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഓക്കെ പറഞ്ഞ് ദീദി റൂമിൽ കയറുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി രേഖാജി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് 11 മണിയായപ്പോൾ അവർ ലാൻഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനും രേഖാജിയും എൻ്റെ മോനും എൻ്റെ കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോനും എല്ലാവരുമായിട്ട് പിറ്റേന്ന് വെളുപ്പിന് ദീദിയായിട്ട് പത്മനാഭ ടെമ്പിളിൽ പോവുകയാണ്. പത്മനാഭ ടെമ്പിളിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ദീദി അങ്ങ് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് തുറന്നു അകത്ത് കയറി. ദീദിയുടെ കൂടെ നമുക്ക് പത്മനാഭ ടെമ്പിളിൽ കയറിയപ്പോഴത്തേക്കുണ്ടായ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ അതൊരു വലിയൊരു കാര്യമാണ്. നമുക്കത് ദീദിയുടെ കൂടെ അത് തൊഴാൻ പറ്റി, അതൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അന്നത്തെ രാവിലത്തെ ലൈവ് മെഡിറ്റേഷനിൽ ദീദി അന്ന് പറഞ്ഞതെല്ലാം പത്മനാഭ ടെമ്പിളിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ലൈവ് മെഡിറ്റേഷൻ തുടങ്ങുന്നത് നമ്മൾ അകത്ത് കയറി തൊഴുതതിന് ശേഷം പുറത്ത് ദീദി വിചാരിച്ച് ഈ പത്മനാഭ ടെമ്പിളിനകത്ത് വെച്ച് ലൈവ് മെഡിറ്റേഷൻ കൊടുക്കാമോ എന്നുള്ള ധാരണയിലാണ് ഇരുന്നത്. അപ്പോൾ അതിന് അകത്ത് മൊബൈൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞപ്പോൾ ദീദി പറഞ്ഞു അപ്പോൾ പിന്നെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ പിന്നെ കാറി കയറിയതിന് ശേഷമാണ് ദീദി പിന്നെ ലൈവ് മെഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പം അത് കാണാനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടി. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ച് സമയമേ ദീദിയുമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റുള്ളെങ്കിലും അത് കിട്ടിയതെല്ലാം ഒരു വലിയ ഒരു അമൂല്യമായ സമയങ്ങളായിരുന്നു എന്ന് ഇപ്പോഴും സ്മരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അതിലുപരി സങ്കടവും വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു അനുഭവം. പിറ്റേന്ന് മെഡിറ്റേഷനെല്ലാം കണ്ടക്ട് ചെയ്തു. ഒരു 10-20 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദീദിയായിട്ടൊക്കെ അതെല്ലാം പങ്കെടുത്ത് അത് കഴിഞ്ഞിട്ട് ദീദിയായിട്ട് ഭക്ഷണവും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ദീദിയെ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതം ട്രെയിനിൽ കൊണ്ടാക്കുകയും ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുന്നത്. എന്നിട്ട് ഈ ദീദി വന്ദേ ഭാരതത്തിനകത്ത് കയറിയിട്ട് ഇടയ്ക്ക് വെളിയിലിറങ്ങി നമ്മളടുത്ത് വന്ന് ഫോട്ടോസ് എടുക്കുകയും വീണ്ടും അകത്തിരുന്നുകൊണ്ട് കരഞ്ഞ് നമ്മൾ നോക്കി ടാറ്റ കാണിക്കുകയും അതൊരു നമ്മുടെ ആരോ ആണ് ആ പോയത്. അത് എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ ഒരു പോക്ക്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നത്, ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ദീദി കേരളത്തിൽ വരുന്നതിന് 3 മാസം മുമ്പേ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയല്ലോ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയങ്ങളിലും ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഈ ALCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആരോഗ്യപരമായിട്ട് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് പറ്റി ഒന്ന് പറയാമോ? ശരി, ഡിസ്ക് കംപ്ലൈൻറ്റ്. എൻ്റെ ഡിസ്ക് ഒരു 3 എണ്ണം അകന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഒരു സർജറി കൊണ്ട് പോലും അത് മാറ്റാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അകത്തെ പണി പോയി എടുക്കാൻ പറ്റത്തില്ല, പുറത്തെ പണി എടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റത്തില്ല. എല്ലാം ഒരു അന്യരുടെ ഒരു സഹായത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ എടുത്തതിലൂടെ എനിക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. അത് കിട്ടുകയും
പിന്നെ എല്ലാ പണിയും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ പണിയും, പുറം പണിയായാലും അകമ്പണിയായാലും. ഇപ്പോൾ എന്നെ സഹായിക്കാൻ വീട്ടിൽ ആരും ഇല്ല, സഹായിക്കാനുള്ള ആളുകളൊന്നും എനിക്കിപ്പോൾ ഇല്ല, എനിക്കത് വേണ്ട. ആ ഒരു രീതിയിൽ ഞാൻ പിന്നെ മെഡിറ്റേഷനിലൂടെ എനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ് ബാബാജി ദീദിയെല്ലാം തന്നത്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാര്യം ഗുരുവായൂരപ്പനാണ് എൻ്റെ അനിയത്തി വഴി എന്നെ ഈ ഒരു റൂട്ടിൽ എത്തിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഓടി നടക്കുന്നത്. എത്ര ജോലി ചെയ്താലും എനിക്ക് ക്ഷീണമില്ല. ഞാൻ ഓടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ, കൊച്ചു കുട്ടികളെ എങ്ങനെ ഓടി നടക്കുന്നു അതുപോലെ ഓടി നടന്ന് എല്ലാ പണിയും എടുക്കുക, എല്ലാ ജോലി. അതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞൊരു കടയുണ്ട്. ആ കടയിൽ ഹസ്ബൻഡിനെ സഹായിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അവിടെയും ചെന്ന് എല്ലാം എനിക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നത് എല്ലാം ഈ ഒരു മെഡിറ്റേഷനിലൂടെയാണ്. അതെൻ്റെ ഒരു വലിയൊരു എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവതിയാണ് എന്നല്ലേ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഇതും എന്തൊക്കെ വന്നാലും അത് എങ്ങനെ തരണം ചെയ്യാനുള്ളൊരു മാനസിക കരുത്ത് അത് മെഡിറ്റേഷനിലൂടെ എത്രത്തോളം നേടി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു താക്കത്ത് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടും. പിന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റും. അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും അത് ഇങ്ങനെ വരും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ശരി തന്നെ. അതിപ്പോൾ അതിൻ്റെ പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവും, അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഒരു കുഞ്ഞു ആഗ്രഹം പോലും അത് സാധിക്കുന്ന ഒരു ഇതുണ്ട്. സത്യം പറഞ്ഞാൽ അപ്പോൾ കണ്ണ് നിറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് മെഡിറ്റേഷൻ്റെ പവർ, അത്രത്തോളം ഉണ്ട്. ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത്, മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. നമ്മളിലൂടെ നമ്മളെ കുടുംബം മൊത്തത്തിൽ ക്ലെൻസ് ആവും, നമ്മുടെ വീട് ക്ലെൻസ് ആവും, നമ്മുടെ പരിസരം ക്ലെൻസ് ആവും. അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് ഇടപെടുന്നത് അവർക്കും നമ്മളോട് ഇടപെടുമ്പോഴത്തേക്ക് അവർക്കും ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ തോന്നും. അതാണ് ഈ മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ മാഡം അന്ന് വന്നപ്പോൾ പറഞ്ഞു തേർഡ് ഐ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേർഡ് ഐ ഓപ്പൺ ആയതിന് ശേഷം മാഡം പറഞ്ഞാണ് അറിയുന്നത് തന്നെ അല്ലേ? അതിന് ശേഷം ഉള്ള ഇൻറ്റ്യൂഷൻ പവറൊക്കെ കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ സ്വപ്ന ദർശനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? മാഡം അതായത് സുന്ദർ ദീദി എന്നെ ഇങ്ങനെ ബ്ലെസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 2 ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. 3-ാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഇവിടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര വൈബ്രേഷനാണ് ശരിക്കും. അത് വൈബ്രേറ്റ് ചെയ്യുക മാത്രമല്ല, നമുക്ക് ചില കാര്യങ്ങൾ നാളത്തെ കാര്യമായിരിക്കും ചിലപ്പോൾ. ആ കാര്യങ്ങൾ നാളെ അത് പോയി കഴിഞ്ഞാൽ അത് ശരിയാവോ ഇല്ലയോ, അത് ഒരു ഇൻറ്റ്യൂഷൻ തോന്നും, അത് കറക്റ്റായിരിക്കും. പിന്നെ ഇപ്പോൾ മോൻ്റെ കാര്യമായാലും ശരി തന്നെ, മോനൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്താലായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സക്സസ് ആവുമോ ഇല്ലേ, അതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ അതെല്ലാം ദീദിയുടെ ആ ഒരു ബ്ലെസ്സിങ്സും മഹാവതാർ ബാബുജിയുടെ ബ്ലെസ്സിങ്സും ഗുരുവായൂരപ്പൻ്റെ ബ്ലെസ്സിങ്സും കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എൻ്റെ കയ്യിൽ നമുക്ക് അത് ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാണ് എനിക്ക് മനസ്സിലായ ഒരു വ്യത്യാസം, എന്നിലുണ്ടായ ഒരു വ്യത്യാസം. പിന്നെ ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, ഭഗവത്ഗീത ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭഗവത്ഗീത ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ആ മാതാജിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ മൊത്തം എനിക്ക് വൈബ്രേഷൻ തുടങ്ങും, ഭയങ്കരമായ വൈബ്രേഷനാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് അമ്പലത്തിൽ പോയ ഫീലല്ല ഇപ്പോൾ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല്, ആ ഒരു വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. അതെല്ലാം ദീദി തരുന്ന ആ ഒരു മെഡിറ്റേഷനിലും ബാബാജിയുടെ ഗ്രേസും ഗുരുവായൂരപ്പൻ്റെ ഗ്രേസും ഒന്നുകൊണ്ട് മാത്രമാണ്.